ഹായ്. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഗോൾഡൻ ചാൻസാണ് ഇപ്പം നിലവിൽ ഉള്ളത്. അതായത് കറക്റ്റ് റമദാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആഗ്രഹമുള്ളവർ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു ടൈമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ റമദാന് ഞാനാണെങ്കിൽ 108 ഉണ്ടായിരുന്നു. 108 നിന്ന് റമദാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ 96 അത് ഞാൻ 96 നിന്ന് ഞാൻ പിന്നെ 85 വന്നു. ഇപ്പം 85 എൻ്റെ കഴിഞ്ഞ റമദാനുള്ള വെയിറ്റ്. അതായത് ഞാൻ ഡബിൾ എക്സൽ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഞാൻ എക്സലായി റമദാൻ സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയ സമയത്ത് റമദാൻ തീരുമ്പോഴേക്കും ഞാൻ ലാർജിലോട്ടായി. അപ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് ഇപ്പം നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇവൻ ഡബിൾ എക്സലായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഡബിൾ എക്സൽ എടുത്തോണ്ടിരുന്ന ഇവൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം എക്സലോട്ടെ. പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഡ്രസ്സൊന്നും കിട്ടത്തില്ല, നമ്മൾ ആഗ്രഹിച്ച സാധനമൊന്നും കാണത്തില്ല. അവസാനം ഗതിയുടെ റമദാൻ 30 ആയി കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് റമദാൻ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ലാസ്റ്റ് 10 ആകുമ്പോഴേക്കും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് ഈ ലാസ്റ്റ് 10 കഴിഞ്ഞിട്ടും പെരുന്നാളിൻ്റെ തലേ ദിവസം പോയി എടുക്കാൻ പോലും നമുക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം എല്ലാവരും പോയി എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യും. കാരണം നമുക്ക് ഇഷ്ടം നമ്മൾ നോക്കുന്ന കാണുന്നത് കാണത്തില്ല, കിട്ടത്തില്ല എന്നുള്ളതാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ റമദാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇടാൻ പറ്റി, ഇഷ്ടമുള്ള പാൻറ് ഷർട്ട് എനിക്ക് എടുക്കാൻ പറ്റി. ഇവനിക്കിപ്പോൾ ഇവനാണെങ്കിൽ ഡബിൾ എക്സലിൽ നിന്ന് എക്സലിലോട്ടായി. ഇവനിക്കിപ്പോൾ സാധനം കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ തീരുമ്പോഴത്തേക്ക് നമുക്ക് ലാർജിലോട്ടാക്കണം. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കാതെ ഒന്നും വേണ്ട. ഒരു ദിവസം ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് അമ്പലെടുത്ത് 30 ദിവസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ചെയ്യുക, റമദാനാണ്. കാരണം ഫുഡ് നമ്മൾ ഓൾറെഡി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെ ലാസ്റ്റ് സമയം തീറ്റ മത്സരം പോലെ ആക്കാതെ അതിന് ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ളത് എല്ലാം മാത്രം ഫുഡ് കഴിക്കുക. വർക്കൗട്ട് എന്തായാലും ചെയ്യാം. ഒരു 10 മിനിറ്റ് 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരു ദിവസം നടന്നാലോ ഒന്ന് ഓടിയാലോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ ഫുഡ് അതുപോലെ കൺട്രോൾ ചെയ്യണം നല്ലപോലെ. പിന്നെ ഓയിൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, സമൂസ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഉറപ്പായിട്ടും ചുരുക്കിട്ട് ചെയ്യുക. അപ്പം 30 ദിവസം കൂടി സ്ട്രോങ് ആയിട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കുക, കുറയ്ക്കുക, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു.